friends, welcome back to Alanajik's Creations. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് വെച്ചൊരു വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ പോർക്ക് ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോർക്ക് ഫ്രൈ ആണ്. പോർക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. പാൻ സിമ്മിൽ വെക്കുക. അതിലേക്ക് പൊടികൾ: മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 3/4 ടീസ്പൂൺ, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. ഈ ചില്ലി പൗഡറിന്റെ അളവ് നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പൊ ഇത് ചൂടായിട്ടുണ്ട്. ചൂടായി ഇതിലേക്ക് നമ്മൾ പോർക്ക് കഴുകി വെച്ചിട്ടുണ്ട്. അത് 1/2 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത് സവോള, ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്ത് വെച്ചതാണ്, ചെറുതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇടേണ്ടത് ഇഞ്ചി ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതിലത്തെ പകുതി കട്ട് ചെയ്ത് വെച്ചതിന് നമ്മൾ ഒരു പകുതി ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനീഗർ. 1 ടീസ്പൂൺ ആയാലും മതി, കുഴപ്പമില്ല. കുറച്ചൊഴിക്കുന്നവർക്ക് കുറച്ചൊഴിക്കാം. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കണം. ഇറച്ചിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഇറച്ചി വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള വെള്ളമായാൽ കൂടുതൽ നല്ലത്. 2 മിനിറ്റ് ആദ്യം ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം പിന്നെ തുറന്നിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിതാ പോർക്ക് വെച്ചിട്ട് 2 മിനിറ്റ് ആയി. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഈ പോർക്ക് വേവാനുള്ള അത്രയും വെള്ളം വേണം. ഈ വെള്ളം വറ്റി വരുമ്പോൾ പോർക്ക് വെന്തിട്ടുണ്ടാവണം. അഥവാ വെന്തില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമ്മളൊന്നും കൂടി വേവിച്ചെടുക്കണം. ഇനി തീ കൂട്ടി വെച്ചിട്ട് മീഡിയത്തിൽ വെച്ചിട്ട്, ഭയങ്കര കൂട്ടിക്കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് പറ്റുള്ളൂ, ഇറച്ചി വേവില്ല. അപ്പം നമ്മൾ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിനി വേറൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ, 2 പിടിയോളം ഉണ്ടാവുമായിരിക്കും, അത്രയും തേങ്ങ ഇട്ട് കൊടുക്കുക. എണ്ണയൊന്നും ഒഴിക്കണ്ട. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 10-20-25 ഉള്ളി, ചെറിയ ഉള്ളി, സ്മോൾ ഒനിയൻ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ഇഞ്ചിയുടെ ബാലൻസ് കുറച്ചുണ്ട്, അത് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളിയിലും പകുതി എടുത്താൽ മതി, മുഴുവൻ ഇടണ്ട. ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് എല്ലാം ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിതാ വറക്കാൻ വെച്ചത് ആയിട്ടുണ്ട്. ഇതാ ഇത്രയായാൽ മതി. ഇനി ഇത് ചൂടാറുമ്പോൾ മിക്സിയിൽ അടിക്കണം. വെള്ളം ഒഴിക്കാതെ അടിച്ചിട്ട് തരിതരിപ്പായിട്ട് എടുത്താൽ മതി. അതാ നമ്മുടെ പോർക്ക് വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല ഇതായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പോർക്ക് നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇടാം. പിന്നെ നമുക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 4 എടുത്തിട്ടുണ്ട്, ചെറിയ മുളകായതുകൊണ്ട്. അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി, അതുപോലെ നമ്മൾ ചെറിയ ഉള്ളിയും സ്മോൾ ഒനിയനും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നമ്മൾ ഉള്ളി മൊരിക്കാൻ വെച്ച് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച പോർക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പോർക്ക് മാത്രം ചേർത്താൽ മതി. നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ പണി കഴിയും. അരച്ചത് ഇതാ ഇങ്ങനെയാണുള്ളത്. നല്ല തരിതരിപ്പായിട്ടാണുള്ളത്, ഭയങ്കര അരഞ്ഞിട്ടല്ല. ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടി വയ്ക്കുക ഒന്ന് ഡ്രൈ ആവാനായിട്ട്. അപ്പോൾ നമുക്ക് പോർക്ക് ഫ്രൈ റെഡിയാവും. നമ്മൾ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റർ ബ്രോനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റർ ബ്രോ ടേസ്റ്റ് ചെയ്തിട്ട് പറയും. അവനിന്നിപ്പോൾ ബിരിയാണിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഇത് ബിരിയാണിയുടെ കൂടെയും ചപ്പാത്തി, ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയതാണ്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. പോർക്ക് ഡ്രൈ ഫ്രൈ ആണ്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്, നെയ്യിന്റെ കുത്തൊന്നുമില്ല. അപ്പൊ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.